വെൽക്കം ടു മൈ നെക്സ്റ്റ് വീഡിയോ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലറവലിൻ്റെ ലേറ്റസ്റ്റ് വേർഷൻ 9 റിലീസായിട്ടുണ്ട്. അതായത് ഫെബ്രുവരി 8-ന് 9 വേർഷൻ റിലീസായിട്ടുണ്ട്. സോ എല്ലാവരും കറൻ്റ്ലി ലറവലിൻ്റെ 8 വേർഷനായിരിക്കും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവുക. സോ അതിൽ നിന്ന് നമ്മൾ 9-ലേക്ക് എങ്ങനെ അപ്ഗ്രേഡ് ചെയ്യാം എന്നുള്ളതാണ് ഇന്ന് നോക്കുന്നത്. സോ 9-ൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും ചേഞ്ചസും എല്ലാം വന്നിട്ടുണ്ട്. സോ അതെല്ലാം നമ്മളിന്ന് കവർ ചെയ്യുന്നതായിരിക്കും. സോ നമുക്ക് എങ്ങനെയാണ് ലാറവൽ 8 വേർഷനിൽ നിന്നും ലാറവൽ 9-ലേക്ക് അപ്ഗ്രേഡ് ചെയ്യുക എന്നുള്ളത്, വേറെ പ്രോബ്ലംസ് ഒന്നും ക്രിയേറ്റ് ചെയ്യാണ്ട് അപ്ഗ്രേഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നതെന്ന്. ഓക്കെ, സോ ഇപ്പം ഞാനിവിടെ ഓൾറെഡി ഒരു ഫ്രഷ് ലാറവൽ 8 വേർഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് എൻ്റെ സിസ്റ്റത്തിൽ ഞാൻ വെച്ചിട്ടുണ്ട്, ലോക്കൽ സിസ്റ്റത്തിൽ. സോ അതിൻ്റെ അകത്തുനിന്ന് ഒരു ഫങ്ഷണാലിറ്റി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇമെയിൽ സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരൊറ്റ ഫംഗ്ഷൻ മാത്രമേ ഇതിൻ്റെ അകത്ത് എഴുതിയിട്ടുള്ളൂ. അതായത് ഒരു റൂട്ടിലുള്ള ഒരു URL-ഉം അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഒരു ഇമെയിൽ സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു റൗട്ട് മാത്രമേ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളൂ. സോ ഈ മെയിൽ ഇൻക്ലൂഡ് ചെയ്തതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലാറവലിൻ്റെ 9 വേർഷനിൽ ഏറ്റവും മേജറായിട്ടുള്ളൊരു ചേഞ്ചാണ് ഇമെയിലിൻ്റെ പ്രൊവൈഡർ. സോ അത് എങ്ങനെയാണെന്നുള്ളതാണ് ഞാൻ ഇതിൻ്റെ അകത്ത് കറക്റ്റായിട്ട് കാണിച്ചു തരുന്നത്. സോ അത് മാത്രമേ നമുക്ക് ഇതിൻ്റെ അകത്ത് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൂ. അതായത് ഹൈ ആയിട്ട് ഇമ്പാക്റ്റ് ചെയ്യുന്നത് ഈ മെയിലിൻ്റെ സർവീസ് പ്രൊവൈഡറിൻ്റെ ചേഞ്ച് മാത്രമാണ് ഇതിൻ്റെ അകത്ത് നമുക്ക് വരുന്നത്. ബാക്കിയുള്ളെല്ലാം ലോ പ്രയോറിറ്റി ഉള്ള സാധനങ്ങളാണ്. സോ അതിൻ്റെ ഇമ്പാക്റ്റ് ഓരോന്നും എന്തൊക്കെയാണെന്നുള്ളത് നോക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് ലാറവലിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ എല്ലാ വേർഷനും ചെയ്യുന്ന പോലെ എല്ലാവർക്കും അറിയാം. സോ ഫസ്റ്റ് നമ്മൾ കമ്പോസർ JSON ഫയൽ ഓപ്പൺ ചെയ്യാം. സോ ഞാനിവിടെ എൻ്റെ കമ്പോസർ JSON ഫയൽ ഓപ്പൺ ചെയ്യാണ്. കമ്പോസർ JSON ഫയലിൽ ഓൾറെഡി കൊടുത്തിട്ടുണ്ടാവും ലാറവലിൻ്റെ വേർഷൻ 8.75-ഉം അതിൻ്റെ മുകളിലേക്കുള്ളതും എടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട് കമ്പോസർ JSON ഫയലിൽ. സോ നമുക്കിപ്പോൾ നോക്കിയാൽ കാണാം, നമ്മുടെ ഇപ്പോഴത്തെ വേർഷൻ എന്ന് പറയുന്നത് 8.83.2 ആണ്, പാച്ച് വേർഷൻ 2 ആണ് കിടക്കുന്നത്. സോ അതിന് നമ്മൾ മാറ്റി ചേഞ്ച് ചെയ്യാൻ പോവാണ് ഫസ്റ്റ് തന്നെ. സോ നമ്മൾ ചേഞ്ച് ചെയ്ത് 9.0 ആക്കുകയാണ്. ഓക്കെ, ദെൻ 9.0 ആക്കിയതിന് ശേഷം ലാറവൽ 9 ഇന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചേഞ്ച് വന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ 8.0-ന് ശേഷം മാത്രമേ ഇത് വർക്ക് ആവത്തുള്ളൂ. സോ നമ്മളിപ്പോൾ ഉള്ള ഡിഫോൾട്ട് 8-ൽ ഉണ്ടാകുന്ന ഈ 7.3 മുതലാണ് ലാറവലിൻ്റെ 8 വേർഷൻ സപ്പോർട്ട് ചെയ്യുക. സോ അത് മാറി നമ്മൾ 8 PHP 8 വേർഷൻ എന്ന് പറയുന്ന വേർഷനിലേക്ക് അതിനുശേഷം വന്ന റിലീസും 8.0 മുതൽ അങ്ങോട്ടേക്ക് മുകളിലേക്കുള്ളത് മാത്രമേ സപ്പോർട്ട് ചെയ്യുള്ളൂ. സോ നമ്മളത് ചേഞ്ച് ചെയ്ത് 8.0 ആക്കുകയാണ്. ദെൻ അതിനുശേഷം വന്നിരിക്കുന്ന ഒരു കാര്യമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കൊളീഷൻ എന്ന് പറയുന്ന ഡെവലപ്മെൻറ്റ് സമയത്തുള്ള നമുക്ക് ആവശ്യം വരുന്ന കൊളീഷൻ എന്ന് പറയുന്ന പാക്കേജ്, ഈ പാക്കേജിൽ ചേഞ്ച് വന്നിട്ടുണ്ട്. സോ അത് ലാറവൽ 8-ൽ നമുക്ക് 5.10 ആയിരിക്കും ഉണ്ടാവുക. 5-ൻ്റെ വേർഷൻ 5-ലെ ഏതെങ്കിലും ഒരു വേർഷൻ ആയിരിക്കും ഉണ്ടാവുക. സോ അത് നമ്മൾ മാറ്റി 6.0-ലേക്ക് നമുക്ക് ചെയ്യണം. 6.1-ലേക്ക് നമുക്ക് ചെയ്യണം. ദെൻ അതിനുശേഷം നമുക്കുള്ളത് വേറൊരു ചേഞ്ച് ലാറവലിൽ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ എറർ റിപ്പോർട്ട് ചെയ്യുന്ന പേജ്, അതായത് ലാറവൽ 9 വന്നത് ഒരു പുതിയൊരു എറർ റിപ്പോർട്ടിങ്ങിൻ്റെ പേജും കൊണ്ടാണ് വന്നിരിക്കുന്നത്. കുറച്ചുകൂടി നല്ല രീതിയിൽ നമുക്ക് എററും കാര്യങ്ങളും കാണിച്ചു തരുന്ന തരത്തിലേക്കുള്ള ഒരു പാക്കേജ് അതിൻ്റെ അകത്തേക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ലാറവലിൻ്റെ ഫ്രഷ് ഇൻസ്റ്റലേഷൻ ഇപ്പോൾ വന്നിരിക്കുന്നത്. സോ അത് എന്ന് പറയുന്നത്, ഇതുവരെ ലാറവൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന സ്വന്തം ഫെസൈഡിലുള്ള ഇഗ്നിഷൻ എന്ന് പറയുന്ന പാക്കേജാണ് നമുക്ക് എറർ കാണിച്ചു തരുന്നത്, ആ എറർ റിപ്പോർട്ട് ചെയ്യുന്ന പേജ്. സോ അതിന് പകരം സ്പാറ്റി എന്ന് പറയുന്ന ഒരു പ്രൊവൈഡറിൻ്റെ ഇഗ്നിഷനാണ് ഇനി മുതൽ ലാറവൽ യൂസ് ചെയ്യുന്നത്. സോ അത് നമ്മളുടെ ലാറവൽ വേർഷൻ 9-ൽ സ്പാറ്റി ലാറവൽ ഇഗ്നിഷൻ എന്ന് പറയുന്ന ഈ പാക്കേജിൻ്റെ 1 വേർഷൻ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ നമ്മൾ ആ 1 വേർഷൻ നമ്മൾ കറക്റ്റായിട്ട് ചെയ്യാം. ഇനിയിപ്പോൾ അപ്ഡേറ്റ് അടിക്കുന്ന സമയത്ത് നമുക്ക് ലേറ്റസ്റ്റ് ചേഞ്ച് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് അതിൻ്റെ ഈ സിമ്പിളും കൂടി അതിൻ്റെ ഒപ്പം അങ്ങോട്ട് കൊടുക്കാം. അതായത് അപ്പോഴാണ് അത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇതിൻ്റെ 1-ന് ശേഷമുള്ള ഏതെങ്കിലും റിലീസ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് കറക്റ്റായിട്ട് ക്യാച്ചപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതെടുക്കുന്നത്. സോ ഇത്രയേ ഉള്ളൂ മെയിൻലി നമ്മൾ composer.jsonൽ നമുക്ക് ചേഞ്ച് ചെയ്യേണ്ട സാധനങ്ങളായിട്ട് വരുന്നത്. ഒന്ന് PHPൻ്റെ നമ്മൾ പറഞ്ഞ മിനിമം റിക്വയർമെൻറ്റ് 8.0 ആയിട്ട് മാറിയിട്ടുണ്ട്. സോ 8.0-ൻ്റെ മുകളിലേക്കുള്ള ഏത് PHP വേർഷനുള്ള ലോക്കൽ സിസ്റ്റത്തിലും സെർവറിൽ ലാറവൽ 9 റൺ ആവുന്നതായിരിക്കും.
അതുപോലെ ലാറവലിൻ്റെ ഫ്രെയിം വർക്കിൻ്റെ നമ്മൾ വേർഷൻ കോഡ് മാറ്റി 9 ആക്കുന്നു. സോ അതുപോലെ അടുത്തതാണ് എറർ റിപ്പോർട്ടിങ്ങിൻ്റെ സ്പാറ്റീൻ്റെ ലാറവൽ ഇഗ്നിഷൻ എന്ന് പറയുന്ന പാക്കേജ് ആക്കി മാറ്റി അതിൻ്റെ ഫസ്റ്റ് വേർഷനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നു. ദെൻ നമ്മൾ ചെയ്ത ഡെവലപ്മെൻറ്റിലുള്ള കൊളീഷൻ എന്ന് പറയുന്ന പാക്കേജിൻ്റെ 6.1 എന്നുള്ളതാക്കുന്നു. സോ ഇത്രയും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമുക്ക് കമ്പോസർ അപ്ഡേറ്റ് എന്ന് പറയുന്ന കമാൻഡ് റൺ ചെയ്യാം. സോ കമ്പോസർ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ലേറ്റസ്റ്റ് വേർഷൻ പോയിട്ട് നമ്മളുടെ സെർവറിൽ നിന്ന് പോയിട്ട് ഗിറ്റ്ഹബിൻ്റെ റെപ്പോസിറ്ററിയിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് എടുത്ത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും. സോ എല്ലാം പെട്ടെന്ന് തന്നെ നടക്കുന്നുണ്ട്. സോ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം ഡൗൺലോഡായി കഴിയുന്നവരെ. ഓക്കെ, സോ കംപ്ലീറ്റ്ലി ഡൗൺലോഡ് ആയി കഴിഞ്ഞിട്ടുണ്ട്. ലാറവലിൻ്റെ 9 വേർഷൻ ഇതിൻ്റെ അകത്തേക്ക് വന്നിട്ടുണ്ടാവും ഇപ്പം. സോ നമുക്ക് ജസ്റ്റ് നമ്മൾ ബ്രൗസറിലൊന്ന് ഇപ്പം ഇവിടെ ഇത് ലാറവൽ 8 ആയി ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ ഹോം പേജിൽ ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു ഡംപ് ഷോ ചെയ്യുന്നുണ്ട്. അതായത് നമ്മളുടെ ലോക്കൽ റൂട്ട് ഫോൾഡറിൽ ഞാനിവിടെ കറണ്ട് ലാറവൽ വേർഷൻ എന്ന് പറഞ്ഞിട്ട് ലാറവലിൻ്റെ വേർഷൻ ഇവിടെ പ്രിൻറ്റ് ചെയ്യുന്നുണ്ട്. സോ അതാണ് ഇവിടെ നമ്മൾ കാണുന്നത്. സോ അത് നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന വേർഷൻ 8 ആയിരുന്നു. അത് നമ്മളിപ്പോൾ അപ്ഗ്രേഡ് ചെയ്തു. അതിനുശേഷം നമുക്കൊന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം. സോ റിഫ്രഷ് ചെയ്ത സമയത്ത് കണ്ടില്ലേ, ഇത് കറണ്ട് ലാറവൽ വേർഷൻ ഈസ് 9.2.0 ആയിട്ട് മാറിയിട്ടുണ്ട്. സോ ഇപ്പോൾ ലാറവൽ കംപ്ലീറ്റ്ലി അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സോ ഇതിൽ മെയിനായിട്ടുള്ള വേറെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ലാറവലിൻ്റെ 9 വേർഷൻ ഇത്ര സിമ്പിളായിട്ട് തന്നെ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാം. വേറെ ഇതിൻ്റെ അകത്ത് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വരുന്നില്ല. ഇതിൽ മെയിൻലി വരുന്ന മേജർ ചേഞ്ചസ് എന്ന് പറയുന്നത് 2 പോയിന്റ്സ് മാത്രമാണുള്ളത്. അതിൽ ഒന്ന് എന്ന് പറയുന്നത് നമ്മുടെ മെയിലാണ്. ലാറവൽ ഇതുവരെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് സ്വിഫ്റ്റ് മെയിലർ എന്ന് പറയുന്ന ഒരു പാക്കേജാണ് ആക്ച്വലി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്, സർവീസാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. സോ അത് മാറ്റി ഇപ്പോഴത്തെ ലാറവലിൻ്റെ 9 വേർഷൻ മുതൽ സിംഫണി മെയിലർ എന്ന് പറയുന്ന ഒരു സർവീസാണ് ലാറവൽ യൂസ് ചെയ്യുന്നത്. സോ ഈ സ്വിഫ്റ്റ് മെയിലർ ഡിസംബർ 2021 വരെ മാത്രമേ അതിൻ്റെ സപ്പോർട്ട് കൊടുക്കുന്നുള്ളൂ എന്ന് പറഞ്ഞ ശേഷം അതിനുശേഷം അതവിടെ സ്റ്റോപ്പ് ചെയ്ത് ലാറവൽ പുതിയ ചേഞ്ചസ് ആയിട്ടുള്ള സിംഫണി മെയിലറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സോ നോർമലി ഒരു പ്രൊജക്റ്റ് നിങ്ങൾ ചെയ്യുന്നതിൽ മെയിൽ സെൻഡ് ചെയ്യുന്നത് സാധാരണ SMTP മെയിലേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. അതേപോലെ മെയിൽ ഗണ്ണ്, അതേപോലെ സെൻഡിൻ ബ്ലൂ, അതേപോലെ ആമസോണിൻ്റെ SES ഇതെല്ലാം യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. സോ SMTP ഇമെയിൽ, അതായത് നമ്മളിപ്പം ഇമെയിലിൻ്റെ കോൺഫിഗറേഷനിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കോൺഫിഗിൽ മെയിലിൻ്റെ പേജ് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തുള്ള ഇത്രയും സർവീസ് പ്രൊവൈഡറിൽ ഈ പറയുന്ന സെൻഡ് മെയിൽ, മെയിൽ ഗണ്ണ്, SES, പോസ്റ്റ് മാർക്ക് ഇങ്ങനത്തെ എല്ലാ സർവീസ് പ്രൊവൈഡേഴ്സും യൂസ് ചെയ്യുന്ന എക്സെപ്റ്റ് SMTP ഒഴിച്ച് ബാക്കി ഏതെങ്കിലും ഇമെയിൽ പ്രൊവൈഡറാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെതായ പാക്കേജസ് സെപ്പറേറ്റ്ലി ഡൗൺലോഡ് ചെയ്യേണ്ടി വരും. സോ നോർമലി SMTP എന്ന് പറയുന്ന സപ്പോസ് ഇപ്പോൾ നമ്മൾ ജിമെയിലിൻ്റെ അക്കൗണ്ട് വെച്ചിട്ട് നമുക്ക് മെയിൽ സെൻഡ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു കോൺഫിഗറേഷൻ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. സോ ആ ഇമെയിലിൻ്റെ ജിമെയിൽ അക്കൗണ്ടിന് നമുക്ക് SMTP മെയിൽ വഴിയാണ് നമ്മൾ ഡിഫോൾട്ട് മെയിലിൻ്റെ ഡ്രൈവർ നമ്മൾ SMTP ആണ് യൂസ് ചെയ്യുന്നുണ്ട് എങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ഇതിൻ്റെ അകത്ത് അപ്ഗ്രേഡ് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. അതുപോലെ നെക്സ്റ്റ് വന്നിരിക്കുന്ന ഒരു കാര്യമാണ് അതുപോലെ ഞാൻ പറയാൻ വിട്ടുപോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മെയിൽ ഗൺ ആണെന്നുണ്ടെങ്കിലും SES ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് നിങ്ങളുടെ പ്രൊജക്റ്റിലെങ്കിൽ ആ മെയിൽ ഗണ്ണിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സിംഫണി സപ്പോർട്ട് ചെയ്യുന്ന മെയിൽ ഗണ്ണിൻ്റെ പാക്കേജസ് നമ്മൾ കമ്പോസർ JSON-ൽ കൊണ്ടുവന്നിട്ട് നമ്മളതിനെ അപ്ഡേറ്റ് ചെയ്ത് നമ്മളെ പ്രൊജക്റ്റിലേക്ക് ഡിപ്പെൻഡൻസി ആയിട്ട് നമുക്ക് ഇഞ്ചെക്ട് ചെയ്യണം, എങ്കിൽ മാത്രമേ അത് വർക്ക് ആവത്തുള്ളൂ. സോ അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ് ഞാൻ പറഞ്ഞത്. നോർമലി SMTP മെയിലേഴ്സാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് എങ്കിൽ അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് വറി ചെയ്യേണ്ട ഒരു കാര്യമില്ല. ജിമെയിൽ അങ്ങനത്തെ കാര്യങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ വറി ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ മെയിൽ ഗൺ, SES, ആമസോൺ SES ഇത് രണ്ടുമാണ് സാധാരണ എല്ലാവരും കോമൺലി യൂസ് ചെയ്യുന്ന കാണുന്നത്. സോ മെയിൽ ഗണ്ണും SES-ഉം ആരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലാറവലിൻ്റെ പാക്കേജ്, ലാറവൽ 9 സപ്പോർട്ട് ചെയ്യുന്ന പാക്കേജ്, സിംഫണി മെയിലറിൻ്റെ പാക്കേജ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് ഇതിലേക്ക് കമ്പോസർ ത്രൂ നിങ്ങൾ ഇതിൻ്റെ അകത്ത് നമ്മളെ ലാറവലിൻ്റെ പ്രൊജക്റ്റിലേക്ക് ഇൻക്ലൂഡ് ചെയ്യണം. സോ അതാണ് ഒരു മേജർ ആയിട്ടുള്ള ചേഞ്ച് ലാറവൽ 9-ലേക്ക് വന്നിട്ടുള്ളത്. അതിന് പുറമെ തന്നെ നെക്സ്റ്റ് ആയിട്ടുള്ള വേറൊരു ചേഞ്ച് വന്നിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
S3 ബക്കറ്റ് ഫയൽ സിസ്റ്റം ആണ്. ഫയൽ സിസ്റ്റത്തിൻ്റെ ഡ്രൈവർ ആക്ച്വലി പാക്കേജ് അപ്ഗ്രേഡ് ആയിട്ടുണ്ട്. അത് വേർഷൻ 1 യൂസ് ചെയ്തുകൊണ്ടിരുന്നത് വേർഷൻ 3യിലേക്ക് മാറിയിട്ടുണ്ട്. സോ ആരെങ്കിലും ഫയൽ അപ്ലോഡ് സിസ്റ്റം ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, മെയിലിൻ്റെ പോലെ തന്നെയാണ് അതിൻ്റെ അകത്തുള്ള ചേഞ്ച് വന്നിരിക്കുന്നത്. ഫയൽ അപ്ലോഡ് സിസ്റ്റത്തിൽ ആരെങ്കിലും S3 ബക്കറ്റ് യൂസ് ചെയ്തിട്ട് ആരെങ്കിലും അപ്ലോഡ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, ഞാൻ ലോക്കൽ അപ്ലോഡിങ്ങിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്, ഇപ്പോൾ ഫയൽ സിസ്റ്റത്തിൻ്റെ അകത്തുള്ള ഈ ലോക്കൽ ഡ്രൈവറിനെ ഒഴിച്ച് FTP SFTP S3 ഈ 3 ഡ്രൈവേഴ്സിൻ്റെ ആരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, ലോക്കൽ ഒഴിച്ച് ബാക്കി 3 ഡ്രൈവേഴ്സ് ആരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ ഇതിന് സപ്പോർട്ടീവ് ആയിട്ടുള്ള ലാറവലിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു പാക്കേജ് ഉണ്ട് ഫയൽ സിസ്റ്റത്തിൻ്റെ. അതായത് ഫയൽ സിസ്റ്റത്തിൻ്റെ ലേറ്റസ്റ്റ് വേർഷൻ ആയിട്ടുള്ള 3 എന്ന് പറയുന്നത് വേർഷൻ 3 നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ഇതിൻ്റെ അകത്തേക്ക് ഇൻക്ലൂഡ് ചെയ്യണം. ഈ 2 ചേഞ്ചസ് ആണ് മേജർലി നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് വരുന്നത്. അതായത് ലാറവൽ 9 വേർഷനിൽ അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ നോട്ട് ചെയ്യേണ്ട മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ 2 കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഒന്ന് ഫയൽ സിസ്റ്റവും, അതേപോലെ രണ്ടാമത്തെ മെയിലിൻ്റെയും. സോ ഞാനിപ്പോൾ ഇത് അപ്ഡേറ്റ് ചെയ്തു. എൻ്റെ ഇപ്പം ലാറവൽ 9 വേർഷനായി. ബാക്കിയുള്ള നിങ്ങളുടെ സെപ്പറേറ്റ് ആയിട്ടുള്ള കുറേ പാക്കേജസ് ഉണ്ടാവും. അതായത് നിങ്ങളുടെ റിക്വയർമെൻറ്റിന് വേണ്ടിയിട്ട് നിങ്ങൾ പല പാക്കേജസും ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാകും. സപ്പോസ് ഇപ്പോൾ PDF-നാണെന്നുണ്ടെങ്കിൽ സ്പാറ്റിൻ്റെ പിഡോം PDF, അങ്ങനത്തെ ഡീബഗ് ബാർ ആണെന്നുണ്ടെങ്കിൽ ഡീബഗ് ബാർ, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാം ഗിറ്റ്ഹബ് പേജിൽ പോയിട്ട് അതിൻ്റെ ലാറവൽ 9 വേർഷന് സപ്പോർട്ട് ആയിട്ടുള്ള വേർഷൻ ഏതാണെന്നുള്ളത് കണ്ടുപിടിച്ച് അത് ഇവിടെ കൊണ്ടുവന്ന് ഇട്ട് നിങ്ങൾ കമ്പോസർ അപ്ഡേറ്റ് കൊടുത്താൽ മാത്രമേ അത് വർക്ക് ആവത്തുള്ളൂ. അല്ലെങ്കിൽ അത് വർക്ക് ആവത്തില്ല. അത് പലർക്കും പല ഡിപ്പെൻഡൻസി ആയിരിക്കും. സോ അതുകൊണ്ടാണ് ഞാൻ കോമൺലി അത് ഇപ്പോൾ ഇങ്ങനത്തെ ഈ വീഡിയോയിൽ അതിനെപ്പറ്റി പറയാത്തത്. സോ ഏറ്റവും മേജറായിട്ടുള്ള ഈ 2 കാര്യം മാത്രമാണ് നിങ്ങൾ നോക്കേണ്ടത്. വേറെ ഇതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിട്ട് വരുന്ന ഒന്നുമില്ല. പിന്നെ നമുക്ക് വരുന്ന ഈ മെയിൽ ഓൾറെഡി ഞാനിപ്പം ലാറവലിൻ്റെ 8 വേർഷനിൽ അത് ഓൾറെഡി വർക്കിംഗ് ആയിരുന്നു. സോ അത് ഞാൻ ഒന്നുകൂടി ഇവിടെ നിന്ന് ലാറവൽ 9ൽ ഞാൻ സെൻഡ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. സോ സെൻഡ് ചെയ്യുന്ന സമയത്ത് ക്യൂവും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. സോ ഇമെയിൽ സക്സസ്ഫുള്ളി സെൻഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജ് വന്നിട്ടുണ്ട്. സോ ഞാൻ മെയിൽ ട്രാപ്പ് വെച്ചിട്ടാണ് ഇതിൻ്റെ അകത്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ മെയിൽ ട്രാപ്പ് ജസ്റ്റ് ഒന്ന് ലോഗിൻ ചെയ്ത് നോക്കി നോക്കാം. മെയിൽ വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് കറക്റ്റായിട്ട് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി നോക്കാം. യെസ്, ഓർഡർ ഷിപ്ഡ് എന്ന് പറയുന്ന മെയിൽ വന്നിട്ടുണ്ട്. അതിൻ്റെ ഓർഡർ ഞാൻ കൊടുത്ത മെയിലിൻ്റെ കണ്ടൻ്റ് ആണുള്ളത്. സോ ആ മെയിലിൻ്റെ ഫംഗ്ഷനും കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. സോ അതിൻ്റെ റൗട്ട് ജസ്റ്റ് സെൻഡ് മെയിൽ എന്ന് പറഞ്ഞിട്ടുള്ള റൗട്ടിനെ മാത്രം വിളിച്ചുള്ള അതൊരു കൺട്രോളറിലേക്ക് പാസ് ചെയ്തു. സോ ആ കൺട്രോളറിൽ ജസ്റ്റ് ഒരു റാൻഡം ആയിട്ടുള്ള ഒരു ഓർഡർ ID ജനറേറ്റ് ചെയ്തു. അതിനെ മെയിലിലേക്ക് കോൾ ചെയ്തിട്ട് മെയിലിൽ സെൻഡ് ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ജസ്റ്റ് ഒരു വ്യൂവിനെ ഈ മെയിലിൽ കോൾ ചെയ്തിട്ടുണ്ട്. സോ ആ വ്യൂ എന്ന് പറയുന്നത് റിസോഴ്സസിൻ്റെ അകത്ത് വ്യൂസിൽ ഇമെയിൽസിൽ വെൽക്കം എന്ന് പറയുന്ന ഇമെയിൽ, ഇതാണ് ഇപ്പോൾ അവിടെ വന്നിരിക്കുന്ന മെയിൽ. സോ ഈ ഒരു നോർമലി ചെയ്യുന്ന നമ്മളെ സിസ്റ്റത്തിൽ, അതായത് SMTP മെയിൽ പ്രൊവൈഡറാണ് നിങ്ങൾ യൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ, ഇപ്പം മെയിൽ ട്രാപ്പ് ആണെന്നുണ്ടെങ്കിൽ SMTP ആണ് സർവീസ് പ്രൊവൈഡർ യൂസ് ചെയ്യുന്നത്. അതേപോലെ ഡ്രൈവർ യൂസ് ചെയ്യുന്നത് അതാണ്. അതേപോലെ ജിമെയിലിൻ്റെ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് വേറെ പ്രോബ്ലംസ് ഉണ്ടാവില്ല. പക്ഷേ SES അതേപോലെ മെയിൽ ഗണ്ണ്, അങ്ങനത്തെ സെൻഡ് ഇൻ ബ്ലൂ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്യുന്ന സമയത്ത് അത് കറക്റ്റായിട്ട് ചേഞ്ച് ചെയ്തിട്ട് അതിൻ്റേതായ ഡ്രൈവേഴ്സ് കറക്റ്റായിട്ട് ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രമേ അത് വർക്ക് ആവത്തുള്ളൂ. സോ ഇത് രണ്ടുമാണ് മേജർ ആയിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ലാറവൽ 9 വേർഷനിൽ വന്നിരിക്കുന്നത്. വേറെ പ്രോബ്ലംസ് ആയിട്ടുള്ളത് എത്ര വലിയ കോംപ്ലിക്കേറ്റഡ് ആയി നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യുന്നതിന് പ്രോബ്ലംസ് ആയിട്ടൊന്നും ഇല്ല. പിന്നെ ചെറിയതായിട്ടുള്ള അവരുടെ ഇമ്പാക്റ്റ് ലോ ആയിട്ട് പറയുന്നത്, മീഡിയം ആയിട്ട് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതിലൊന്ന് മെയിൻ ആയിട്ടുള്ള സംഭവമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാംഗ്വേജ് ഫോൾഡർ. അതായത് സാധാരണ നമുക്ക് ലാറവൽ 8ൽ ഉണ്ടാകുന്ന ലാംഗ്വേജ് ഫോൾഡർ റിസോഴ്സസിൻ്റെ അകത്ത് ലാങ് എന്ന് പറഞ്ഞിട്ടൊരു ഫോൾഡറിലാണ് നമ്മൾ ലോക്കലൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലാംഗ്വേജ് ഫോൾഡർ ഇതിൻ്റെ അകത്താണ് ഉണ്ടാവുക. സോ അത് ഇപ്രാവശ്യത്തെ ലാറവൽ 9 റിലീസ് വന്ന സമയത്ത് അവരെടുത്ത് പുറത്തേക്ക് ഇട്ടിട്ടുണ്ട്. അതായത് റൂട്ട് ഫോൾഡറിലേക്ക് എടുത്തിട്ടുണ്ട്. സോ നമുക്ക് ജസ്റ്റ് നമ്മളുടെ വെൽക്കം ഫയലിൻ്റെ അകത്ത് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കി നോക്കാം. അത് വർക്ക് ആവില്ല എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. സോ ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. ജസ്റ്റ് ഒരു H3 ഇടുന്നു. സോ ജസ്റ്റ് നമുക്ക് ജസ്റ്റ് ലോക്കലൈസേഷൻ വിളിക്കാം. ഇതിൻ്റെ അകത്ത് എഴുതിയ ഏതെങ്കിലും ഒന്ന് ഓതിൻ്റെ ഉള്ളിലുള്ള ഫെയിൽഡ്. ഓക്കെ, ഈ ഫെയിൽഡ് എന്ന് പറയുന്ന ഇതിൻ്റെ ലോക്കലൈസേഷൻ നമുക്കൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. സോ ഓതിൻ്റെ ഉള്ളിലുള്ള
ഫെയിൽഡ്. നമുക്ക് ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. സോ റിഫ്രഷ് ചെയ്യുന്നു. ഇത് കിട്ടുന്നുണ്ട്. ദീസ് ക്രെഡൻഷ്യൽസ് ആർ ഡു നോട്ട് മാച്ച് അവർ റെക്കോർഡ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്കിപ്പം ലാറവൽ 9 ലാറവൽ 9 ഈ ഫോൾഡറിൽ കിടന്നു കഴിഞ്ഞാലും ഇത് വർക്കാവുന്നതിന് യാതൊരു പ്രോബ്ലംസും ഇല്ല. പക്ഷെ അവരുടെ ഇമ്പാക്റ്റിൽ അവർ പറയുന്ന ഡോക്യുമെന്റേഷനിൽ ഇമ്പാക്റ്റിൽ പറയുന്ന ഒരു മെയിൻ ആയിട്ടുള്ള കാര്യമാണ് ലാങ് എന്ന് പറയുന്ന ഫോൾഡർ ഞങ്ങളെടുത്ത് പുറത്തേക്ക് ഇട്ടിട്ടുണ്ട് എന്നുള്ള ലെവലിൽ. സോ ഈ ഫോൾഡർ നമുക്ക് ജസ്റ്റ് ഇവിടെ നിന്ന് കട്ട് ചെയ്തിട്ട് പുറത്തേക്ക് ഇട്ട് നോക്കാം. സോ കട്ട് ചെയ്യുന്നു, നമ്മൾ റൂട്ടിലേക്ക് എടുത്തിടുന്നു. ഓക്കെ, സോ ഇല്ല വന്നില്ല. ഓക്കെ, നമ്മളിപ്പോൾ ലാങ് എന്ന് പറയുന്ന ഫോൾഡർ എടുത്ത് പുറത്തേക്ക് ഇട്ടിട്ടുണ്ട്. സോ നമ്മളുടെ വെൽക്കം ഫയലിൽ ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് അത് ഫെയിൽഡ് എന്ന് പറയുന്ന ലോക്കലൈസേഷൻ്റെ കീനെ നമുക്കൊന്ന് ആക്സസ് ചെയ്ത് നോക്കാം. സോ റിഫ്രഷ് ചെയ്യുന്നു. സോ ഇത് കണ്ടില്ലേ, ഇവിടെയും ഇത് വർക്കാവും. ഇതിവിടെ ഇട്ടാലും വർക്കാവും. അതായത് റൂട്ടിൻ്റെ ഫോൾഡറിൽ ഇട്ട് കഴിഞ്ഞാലും ലാങ് എന്ന് പറയുന്നത് വർക്കാവും. അതുപോലെ ഇപ്പം റിസോഴ്സസിൻ്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി ട്രൈ ചെയ്ത് നോക്കി, ഇതിൻ്റെ ഉള്ളിലാണെങ്കിൽ വർക്ക് ചെയ്യും. സോ ബെറ്റർ നിങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ലാങ്ങിനെ പുറത്തേക്ക് ഇട്ടിട്ടുള്ള ലെവലിലേക്ക് തന്നെ ചെയ്യാം അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്ത്. ബിക്കോസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ഓരോ വേർഷൻസ് വരുന്നോറും ലാറവലിൻ്റെ സപ്പോർട്ട് ഈ പുറത്തുള്ള ഫോൾഡറിന് കൂടിയിട്ടായിരിക്കും ഉണ്ടാവുക. സോ അതുകൊണ്ട് കുറച്ച് മുന്നേ ഏറിയ എന്ന് പറയുന്ന പോലെ നമുക്ക് ആദ്യം തന്നെ അതങ്ങ് മാറ്റിയിട്ട് കഴിഞ്ഞാൽ വേറെ പ്രോബ്ലംസ് അടുത്ത വേർഷനിലേക്ക് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്ത്, അടുത്ത വേർഷൻ ലാറവലിൻ്റെ വരുന്ന സമയത്തും ഒരു പ്രോബ്ലംസ് പെട്ടെന്ന് തന്നെ നമുക്ക് അപ്ഗ്രേഡ് ചെയ്ത് പോകാൻ പറ്റും. സോ മെയിനായിട്ടുള്ള നെക്സ്റ്റ് ഒരു ഇതെന്ന് പറയുന്നത് ജസ്റ്റ് അതേപോലെ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പുതിയ എറർ റൗട്ടിംഗ് ആണ് ഇതിൻ്റെ അകത്ത് വന്നിട്ടുള്ളത് എന്നുള്ളത്. സോ ആ എറർ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് റാൻഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഒന്ന് റോങ് ആയിട്ട് അടിക്കാം. ഓക്കെ, ഇത് മെയിലിലേക്കാണ്. സോ ഞാൻ ഫംഗ്ഷനെ തെറ്റിച്ചടിക്കുകയാണ്. സോ ഇതാണ് പുതിയ ലാറവലിൻ്റെ എറർ പേജ് ആയിട്ട് വന്നിരിക്കുന്നത്. കണ്ടില്ലേ, കുറച്ച് വൃത്തിയായിട്ടാണ് ആക്ച്വലി വന്നിട്ടുള്ളത്. സോ നല്ല ഇതിൽ നമുക്കിതിനെ കാണാൻ പറ്റും. ഇതിൻ്റെ അകത്തുള്ള കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും നമ്മളെ പഴയതിൽ ഉണ്ടായിരുന്ന പോലെ തന്നെയാണ്, പഴയ വേർഷനിൽ തന്നെ ഉണ്ടായിരുന്നത് പോലെ തന്നെയാണ്. പക്ഷേ അതിൻ്റെ ഒപ്പം കുറച്ച് വൃത്തിയിൽ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഇവിടുന്ന് നമുക്ക് ഇതിൻ്റെ തീമും കാര്യങ്ങളൊക്കെ മാറ്റാനും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇതിൻ്റെ അകത്ത് ഇവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ഇതാണ് പുതിയ ലാറവലിൻ്റെ എറർ റിപ്പോർട്ടിങ്ങിൻ്റെ സിസ്റ്റം. സോ ഞാനത് പഴയ പോലെ ആക്കിയിരുന്നു. ദെൻ നെക്സ്റ്റ് വന്നിരിക്കുന്ന മെയിൻ ആയിട്ടുള്ളൊരു ചേഞ്ച് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, എല്ലാവരും ചിലപ്പം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാകുന്ന ഒരു ഫംഗ്ഷനാണ് ആക്ച്വലി സാധാരണ ഹെൽപ്പറൊക്കെ ആയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യും. STR എന്ന് പറഞ്ഞിട്ടൊരു ചിലപ്പോൾ ഒരു ഹെൽപ്പർ ഫയൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യാം, നമ്മൾ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് പലരും ആൾക്കാർ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത്. ഇതുവരെ ലാറവലിൻ്റെ ഉള്ളിൽ ഇങ്ങനത്തെ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നില്ല, ഹെൽപ്പർ ഫയൽ ഉണ്ടായിരുന്നില്ല, STR എന്ന് പറഞ്ഞിട്ടുള്ളത് ഉണ്ടായിരുന്നില്ല. സോ ലാറവലിൻ്റെ 9th വേർഷൻ മുതൽ 9th വേർഷൻ മുതൽ ഇതിൻ്റെ STR എന്ന് പറഞ്ഞിട്ട് ഒരു ഫംഗ്ഷൻ വന്നിട്ടുണ്ട്. സോ ആ ഫംഗ്ഷൻ വരുന്ന സമയത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഓൾറെഡി ഇങ്ങനെ ഒരു ഫംഗ്ഷൻ എഴുതിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, STR എന്ന് പറഞ്ഞിട്ട് ഫംഗ്ഷൻ എഴുതിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഓവർറൈഡ് ആയി പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. സോ അതുകൊണ്ട് നിങ്ങളുടെ കോഡിൽ എൻ്റയർലി STR എന്ന് പറയുന്ന ഫംഗ്ഷൻ വല്ലതും ഉണ്ടോ എന്നുള്ളതൊന്നും ക്രോസ് ചെക്ക് ചെയ്യണം. സോ ഇത്രയും കാര്യങ്ങളാണ് ആകെ ലാറവലിൻ്റെ 9 വേർഷൻ്റെ അപ്ഗ്രേഡിൻ്റെ സമയത്ത് ശ്രദ്ധിക്കേണ്ടത്. വേറെ ഇതിൻ്റെ അകത്ത് വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല, ഈസി ആയിട്ട് തന്നെ ചെയ്യുക. പിന്നെ ഇത്രയാണ് ടോട്ടലി അപ്ഗ്രേഡേഷന് വേറെ ഒന്നുമില്ല, വേറെ ഇത്രയും കാര്യങ്ങളാണ്. പിന്നെയുള്ള ബാക്കിയുള്ള ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടേതായിട്ടുള്ള പ്രൊജക്റ്റിൻ്റെ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള പാക്കേജസ് എല്ലാം ശ്രദ്ധിക്കുക, അത് കറക്റ്റായിട്ട് അപ്ഗ്രേഡ് ചെയ്യാൻ അതിൻ്റെ ലേറ്റസ്റ്റ് റിലീസും കാര്യങ്ങളും നോക്കി അതിനെ അപ്ഗ്രേഡ് ചെയ്യാൻ നോക്കുക. ദെൻ അതിന് പുറമെ ഇതിൻ്റെ ലോ ഇമ്പാക്റ്റ് ആയിട്ട് കുറച്ചധികം കൂടുതൽ കാര്യങ്ങളുണ്ട്, അതും നിങ്ങൾ എഴുതിയിരിക്കുന്ന കോഡിനെ കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് ആയിരിക്കും. പക്ഷേ നോർമലി ഉള്ള ഒരു ലെവലിലേക്കുള്ള പോകുന്ന സമയത്ത് ഇതായിരിക്കും ഒരു ജനറലൈസ് ചെയ്ത് നമ്മൾ പറയുന്ന സമയത്ത് ഈ ഒരു മെത്തേഡാണ് നിങ്ങൾ കൂടുതലായിട്ട് നോക്കേണ്ടത്. ഇത്രേ എനിക്ക് ഇതിൻ്റെ അകത്ത് പറയാൻ പറ്റുള്ളൂ. ഇനിയിപ്പം നെക്സ്റ്റ് ഉള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് ഒഴിവാക്കിയ കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൽ ഗണ്ണോ അല്ലെങ്കിൽ SCS വഴി മെയിൽ അയക്കുമ്പോഴുള്ള പ്രോബ്ലംസ് എന്താണെന്നുള്ളത് ജസ്റ്റ് എനിക്ക് കാണിക്കാൻ പറ്റില്ല. സോ അങ്ങനത്തെ ആൾക്കാർ അത് കാണണം, ഐ മീൻ അത് അങ്ങനെ ചെയ്ത് ഞാനത് അത് വെച്ചിട്ട് അപ്ഗ്രേഡ് ചെയ്ത് കാണിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. സോ അതിനനുസരിച്ച് ഞാൻ അതുപോലത്തെ ഒരു വീഡിയോ അപ്ഗ്രേഡിൻ്റെ SCSO അല്ലെങ്കിൽ SMTP മെയിലറിൻ്റെ അപ്ഗ്രേഡ് കൊണ്ടുണ്ടാകുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണ് വരിക എന്നുള്ളത് ക്ലിയർ ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ വേറൊരു വീഡിയോ ചെയ്യാം. അതിനനുസരിച്ച് ഒന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. സോ ഇത്രയാണ് കാര്യങ്ങൾ ഈ വീഡിയോയിൽ പറയാനുള്ളത്. സോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. നമ്മൾ
ലാറവലിൻ്റെ ബിഗിനർ ട്യൂട്ടോറിയൽ എന്തായാലും കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. സോ അതിൻ്റെ ഇടയിലാണ് പെട്ടെന്ന് ഇതിപ്പം കറക്റ്റായിട്ടുള്ള ടൈമാണ്. 2-3 പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നോട് ഇങ്ങനത്തെ ഒരു വീഡിയോ ഇടണം, അപ്ഗ്രേഡിൻ്റെ വീഡിയോ ഇടണം എന്നുള്ള ലെവലിൽ പറഞ്ഞിട്ട്. സോ അതുകൊണ്ടാണ് ഞാനിത് പ്രിപ്പയർ ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ ഇട്ടത്. സോ എന്തായാലും എല്ലാവരും അപ്ഗ്രേഡ് ചെയ്യാൻ നോക്കുക, അപ്ഗ്രേഡ് ചെയ്തൊന്ന് ട്രൈ ചെയ്ത് നോക്കിയൊക്കെ. വേറെ ഇതിൻ്റെ അകത്ത് പ്രോബ്ലംസ് ആയിട്ട് മെയിൻലി വരാനില്ല. എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക, നമുക്കത് സോൾവ് ചെയ്യാം. ഓക്കെ.